വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ 37 മരണം. 5 ലക്ഷത്തിലധികം പേരെയാണ് മഴ ബാധിച്ചത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് അറിയിച്ചു. അസമിലും മേഘാലയത്തിലും റെഡ് അലേർട്ടാണ്. അസം, ത്രിപുര, മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ കനത്ത നാശം വിതച്ചു. 5 ലക്ഷത്തിലേറെ പേരാണ് ദുരിതത്തിലായത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അസമിലാണ്. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും അസമിലെ 22 ജില്ലകളെ ബാധിച്ചു. 10,000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. സംസ്ഥാനത്തെ 15 നദികളിൽ ജലനിരപ്പ് ഉയർന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ അസമിലെ ലഖിംപൂർ ജില്ലയിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സന്ദർശനം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അസമിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ദുരന്ത നിവാരണത്തിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഉറപ്പു നൽകി. മേഘാലയയിൽ 10-ലേറെ ജില്ലകളെ വെള്ളപ്പൊക്കം ബാധിച്ചു. മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. മണിപ്പൂരിൽ 19,000-ലധികം പേർ ദുരിതത്തിലാണ്. 3,000-ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിനീത വിജി, 24, ഡൽഹി.